ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്നൊരു സ്വീറ്റ് ഡിഷ് നോക്കിയാലോ. നമ്മുടെ ക്യാരറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ക്യാരറ്റ് സ്നോ കേക്ക്, അതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്, ഞാനിവിടെ ഒരു 200 ഗ്രാം ക്യാരറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. പിന്നെ അതുപോലെ നമുക്കൊരു 1/4 കപ്പ് പാൽപ്പൊടി വേണം. അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര വേണം. ഞാൻ പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വേണ്ടത് വാനില എസൻസ് ആണ്. ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് വേണം. പിന്നെ അതിലേക്ക് 5 മുട്ടയും കൂടെ വേണം. അപ്പോൾ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 3 എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ യോക്ക് ഞാനൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി വന്ന 2 എഗ്സ് കൂടെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ച പാൽപ്പൊടി ആഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം 200 ഗ്രാം വേവിച്ച ക്യാരറ്റും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര, അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സിയിൽ പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. അതിന് ശേഷം നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഈ ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് വേവാൻ വേണ്ടി മാറ്റി വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് സ്നോ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച എഗ് വൈറ്റിലേക്ക് വാനില എസൻസും അതുപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അതൊരു 10 മിനിറ്റിൻ്റെ ചുവടെ മതി ഇത് നല്ലപോലെ ബീറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതായി കഴിയുമ്പോഴത്തേന് നമ്മുടെ ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സർ ഒന്ന് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിലേക്കാണ് ഈ എഗ്ഗ് ബീറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ചേർത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മുകളിൽ കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് ക്യാരറ്റും അതുപോലെ കിസ്മിസും ഒന്ന് ഓയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒരു ഗാർണിഷിന് വേണ്ടി ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 25 മിനിറ്റ് നല്ലപോലെ കുക്കാവാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ക്യാരറ്റ് സ്നോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോഴത്തേനും എൻ്റെ അടുത്ത് കാണിക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. മറ്റേ വീഡിയോ എൻ്റെ അടുത്ത് എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ അടിപൊളി ഫ്ലഫി ആയിട്ടുള്ള ക്യാരറ്റ് സ്നോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. നമ്മൾ സ്നോ പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറാണ് മുകൾ ഭാഗം. ഉള്ളിലാണെങ്കിൽ നമ്മൾ ക്യാരറ്റ് പോളയുടെ ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ 2 ലെയറായി വരുന്നതുകൊണ്ട് നമ്മൾ കടിക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്നൊരു ഫീലായിരിക്കും. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു കേക്കാണ്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ മധുരമൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടികൾക്കൊക്കെ ചെയ്യാം. എന്തായാലും നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും, നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.